2.25 കിലോയിലധികം MDMA കേരളത്തിലെത്തിച്ച പ്രതികളിൽ ഒരാളായ 40-കാരി പിടിയിലായി. കോഴിക്കോടാണ് സംഭവം. നീലേശ്വരം മാങ്ങാപ്പൊയിൽ സ്വദേശി ഖദീജയെയാണ് നീലേശ്വരത്തു നിന്നും താമരശ്ശേരി ഡിവൈഎസ്പി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. വമ്പൻ ലഹരി മാഫിയ സംഘത്തിലെ കണ്ണിയാണ് ഖദീജ. മുക്കം മുണ്ടുപാറ പുല്ലമ്പാടിപ്പറമ്പിൽ മുഹമ്മദ് ഹനീഫയെ മുത്താലത്തുള്ള വാടക വീട്ടിൽ നിന്നും 2.306 കിലോഗ്രാം MDMAയുമായി പിടികൂടിയിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഖദീജ പിടിയിലായത്. ഹനീഫയ്ക്കൊപ്പം ബേപ്പൂർ സ്വദേശിനിയായ റൈഹാനത്ത് എന്ന യുവതിയും കസ്റ്റഡിയിലായിരുന്നു. ഇരുവരെയും ചോദ്യം ചെയ്തതിൽ നിന്നും മുഹമ്മദ് ഹനീഫ ബംഗളൂർ, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നും വലിയ തോതിൽ MDMA കേരളത്തിൽ എത്തിച്ചതായി കണ്ടെത്തി. ഹനീഫയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ ഫാഷൻ ഡിസൈനറായി പ്രവർത്തിക്കുന്ന ഖദീജയുടെ അക്കൗണ്ട് മുഖേനയായിരുന്നു നടത്തിയിരുന്നത്. ഹനീഫയെ തെളിവെടുപ്പിനായി ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ വഡോദരയിൽ വെച്ച് ട്രെയിനിൽ നിന്നും പുറത്തു ചാടി രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് 10 ദിവസത്തിന് ശേഷം കർണാടകയിലെ കൽബുർഗിയിൽ വെച്ച് പിടിയിലാവുകയും ചെയ്തു. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട സമയത്ത് മുഹമ്മദ് ഹനീഫയ്ക്ക് ഖദീജ പലതവണയായി 1.5 ലക്ഷത്തോളം രൂപ അയച്ചു നൽകിയിരുന്നു. ഇക്കാര്യവും പരിശോധനയിൽ പോലീസ് കണ്ടെത്തി. തുടർന്നാണ് പോലീസിന്റെ അന്വേഷണം ഖദീജയിലേക്ക് നീങ്ങിയതും അറസ്റ്റ് ചെയ്തതും. മലയാളം ടെലിവിഷൻ, കോഴിക്കോട്. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.